ദുബായിലൊക്കെ പോയപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്. അവിടെയുള്ള നമ്മളെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിൽ, അതിൻ്റെ മുകളിൽ സോളാർ AC വെച്ചിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ്. അത് നമുക്ക് ഇവിടെയൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് നമ്മളെ നാട്ടിൽ അതൊക്കെ ചെയ്തുകൂടെ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കൺസെപ്റ്റാണ് കേട്ടോ. അതെ അതെ. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആളുകൾ ഒരു ഡിസൈനിങ്ങിന്, ഒരു കൊമേഴ്ഷ്യൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഡിസൈനിങ്ങിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു വീട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു യുണീക്കായിട്ട് ഡിസൈൻ വേണം, മറ്റുള്ളടത്ത് കാണാത്തൊരു കോൺസെപ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ബോധങ്ങളാവലുണ്ട്. പക്ഷെ ശരിക്കും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു നാട്ടിലൊരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് വരികയാണ്, അതിൻ്റെ ഒരു യുണീക്നെസ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വൈസിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ ഓഫീസ് സ്പേസുകളൊക്കെ വരുന്ന സമയത്ത് ഐഡന്റിറ്റി പറഞ്ഞു കൊടുക്കാൻ സുഖമാവും. അതിൻ്റെ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ ആളുകൾ പെട്ടെന്ന് ഒരു കണക്ഷൻ വരും. കാരണം അതിന്റെ ഡിസൈൻ ആളുകളുടെ മൈൻഡിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് ഉണ്ടാക്കും. അപ്പൊ അതിലൊരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു യുണീക്ക് ഡിസൈൻ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും.